അത് വളരെ നല്ല കാര്യമാണ്. കാരണം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ AMB ആ വണ്ടിയെടുത്ത് സുരക്ഷിതമായിട്ട് യാത്രക്കാരെ എത്തേണ്ടത് എത്തിക്കുകയും സമയോചിതമായ ഇടപെടൽ നടത്തിയ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി അഭിനന്ദിക്കും. അദ്ദേഹത്തിന് ഒരു ഗുഡ് സർവീസ് എൻട്രി കൊടുക്കും. അത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ സമയോചിതമായി ഇടപെടാനുള്ള ആ ഒരു ഗവൺമെൻറ് ഓഫീസറുടെ ഒരു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ്റെ ഒരു മാനസികാവസ്ഥയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. KSRTC തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ്. KSRTCയുടെ ജീവനക്കാരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. KSRTC കഴിഞ്ഞ 30 ദിവസം, ഇന്നലെ കഴിഞ്ഞ ഈ മാസം സെപ്റ്റംബർ 30 കഴിയുമ്പോൾ ഇന്ന് 2-ാം തീയതിയായി. കഴിഞ്ഞ 30 ദിവസത്തിനിടയിൽ KSRTC ജീവനക്കാർ കൈവരിച്ചിട്ടുള്ള നേട്ടം കേരളത്തിൻ്റെ ചരിത്ര നേട്ടമാണ്. KSRTCയുടെ കേരളത്തിലെ 93 ഡിപ്പോകളിൽ 85% ഡിപ്പോകളും പ്രവർത്തന ലാഭം നേടിയിരിക്കുകയാണ്. ഈ പ്രവർത്തന ലാഭം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിച്ച് മാധ്യമങ്ങളിൽ പറയരുത്. പ്രവർത്തന ലാഭം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെലവും വരവും തമ്മിലുള്ള അന്തരമാണ്. അല്ലാതെ 150 കൊല്ലമായിട്ട് ഉണ്ടാക്കിയ കോടാനുകോടി രൂപയുടെ കടം നികത്തിയെന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഡെയിലി പോടുമ്പോൾ ഇന്ന് രാവിലെ വണ്ടി ഇറക്കുന്നു, വൈകിട്ട് അവരെ ഡ്രൈവറുടെ ശമ്പളം, ഡീസല്, മെയിൻ്റനൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തുകൊണ്ട് പഴയകാല കടമടയ്ക്കുന്നതൊന്നും അല്ല എൻ്റെ, അത് വേറെ. പക്ഷെ വണ്ടി ഓടുന്ന ഓരോ വണ്ടിയും പ്രവർത്തന ലാഭത്തിലാക്കുന്നു എന്നുള്ളതാണ്. പരമാവധി വണ്ടികൾ പ്രവർത്തന ലാഭത്തിലാക്കി ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന ഒരു ആര്യങ്കാവ് ഡിപ്പോ പോലും മുന്നിൽ കയറി എന്നുള്ളതാണ്. വണ്ടികൾ കൃത്യമായി ഓടിക്കുന്നു, കൃത്യസമയത്ത് ഓടിക്കുന്നു, ബ്രേക്ക് ഡൗൺ കുറഞ്ഞിരിക്കുന്നു. ഇതുകൊണ്ടൊക്കെയാണ് നേട്ടം കൈവരിച്ചത്. KSRTC ജീവനക്കാരുടെ ഒരു കഴിവും അവരുടെ നേട്ടവുമാണ്. ഈ 93 ഡിപ്പോകളിൽ 85%. ഇന്നലെ ഏതാണ്ട് 15 ഡിപ്പോ മാത്രമേ പിന്നിലേക്കുള്ളൂ. പല ഡിപ്പോകളും നഷ്ടത്തിൽ നിന്ന്, കൊടിയ നഷ്ടത്തിൽ നിന്ന് കരകയറി വന്നിരിക്കുകയാണ്. കരകയറി ലാഭത്തിലോ അല്ലെങ്കിൽ ലാഭവും നഷ്ടമില്ലാത്ത നിലയിലോ എത്തിയിട്ടുണ്ട്. പ്രവർത്തന നഷ്ടമാണ്. അല്ല ചിലർ വെളിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ KSRTC ലാഭത്തിലായി എന്നല്ല അതിൻ്റെ അർത്ഥം. അന്നുള്ള പ്രവർത്തനത്തിൽ മികച്ചു നിൽക്കുന്നു ഇത്രയും ഡിപ്പോകളെന്നുള്ളതാണ്.